അപ്പൊ ചെങ്ങന്മാർ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ദുബായ് പോകാനുള്ള പരിപാടിയാട്ടോ. അപ്പൊ ഗോകുൽ വില്ലേജ് അങ്ങനെ ബീച്ചൊക്കെ പോയി കറങ്ങി തടിച്ചു പൊളിക്കാൻ പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ പ്രവാസത്തിൽ വന്നിട്ട് ഇതൊക്കെ എൻജോയ്മെന്റില്ല എന്താ രസമല്ല അല്ലേ മോസക്കായി നിങ്ങൾ പറയ് എന്താണ് എൻജോയ് വേണം. എല്ലാരും പോയി ചെങ്ങന്മാരങ്ങോട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോകുൽ വില്ലേജും അതേമാതിരി ജുമേര ബീച്ചിൽ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ മരുപുസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വിട്ടിട്ട് 2 വണ്ടിയിലായിട്ട് 7 ആൾക്കാരായിരുന്നു. അങ്ങനെ നിശാസ്കാരത്തിന് പകുതിക്ക് വണ്ടി നിർത്തിയതിന് ശേഷം നമ്മൾ ചിപ്സ് ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെ നേരെ വിട്ട് ഇവർക്ക് ഗോകുൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാസം 11-ാം തീയതി വരുള്ളൂ. ബാക്കിയുള്ള സൈനികൾ ചൂടല്ലേ വരുന്നത്, അതുകൊണ്ട് ക്ലോസ് ആക്കാൻ പോവുകയാണ്. അപ്പൊ ആരെയും കാണാൻ ബാക്കിയുള്ള ഒരു ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പോയി അടിപൊളിയാണ് സംഭവം, വേറെ ലെവലാണ്. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ കയറാനുള്ള ടിക്കറ്റിന്റെ അപ്ഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2025 അപ്ഡേഷൻ വന്നിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 ദിർഹംസ് മറ്റേ ദിവസങ്ങളിലും ഹോളിഡേസിൽ 30 ദിർഹംസ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇനി എങ്ങനെ വരാനൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ടിക്കറ്റ് ഫ്രീ ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉമ്മിയോന്റെ മാഡത്തിന്റെ ടിക്കറ്റ് ആയിരുന്നു ഒക്കെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവര് പോണില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നാണ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ പോയപ്പോ ഒരു ജഗ പോക ആൾക്കാർ വല്ലാത്ത ജാതി അങ്ങോട്ട് നോക്കിയായിരുന്നു ആൾക്കാർ തന്നെ ആൾക്കാർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എല്ലാ ജനങ്ങളും ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാസക്കൊട്ടാവാൻ പോകണം, ഈ വർഷത്തെ ചെയ്യാൻ പോകണം, നമ്മളെ ഗോകുൽ വില്ലേജ് പൂട്ടാൻ പോകണം, ചൂട് കാരണം കൊണ്ട് പൂട്ടാൻ പോകണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു കേട്ടില്ല, ആരും കാണാൻ ബാക്കിയുള്ളവർ പോയി കണ്ടോളി. നമ്മൾ മെയ് 11-ാം തീയതി വരുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടത്. അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഓരോ രാജ്യങ്ങളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ രാജ്യങ്ങളുണ്ട്. അപ്പൊ ഓരോ രാജ്യത്തെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കാണ്ടിട്ടുണ്ടെങ്കിൽ അത് ശാശ്വതമുള്ള കാര്യമില്ല കേട്ടോ. അങ്ങോട്ട് പറഞ്ഞു ടൈമിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 1 മണി വരെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ടൈം കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓരോ രാജ്യത്ത് കാണാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഫുഡ്, അവരെ കൾച്ചേഴ്സ്, അവരുടെ ഡാൻസ്, അവരുടെ ഡ്രസ്സ്, അങ്ങനെ എന്തൊക്കെയാണോ ആ രാജ്യത്തുള്ളത് ആ രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റേസിങ്ങിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വേറെ ലെവലായിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ. അത് 4 ഷോ ഉള്ളൂ കേട്ടോ. ഇങ്ങോട്ട് പറഞ്ഞു ലാസ്റ്റത്തെ ഷോ വെച്ചിട്ടുണ്ടെങ്കിൽ 10:55 അത് നമുക്ക് കിട്ടിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗോകുൽ വില്ലേജ് വന്നിട്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര നഷ്ടമാട്ടോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവം ഇട്ടുണ്ടെങ്കിൽ വേറെ സംഭവങ്ങളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളാണ് കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങളും ഒക്കെ. വലിയവർക്കായാലും ചെറുവർക്കായാലും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ ഗൾഫിൽ വന്നിട്ട് ഇത് ഒരട്ടം പോയി കാണാവുന്ന കാര്യമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ രാജ്യത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ഓരോ സംഭവങ്ങൾ പഠിക്കാൻ പറ്റിയ കാര്യങ്ങളായിട്ടുള്ളത്. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മളെന്താട്ടി അതിന്റെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഫുള്ള് കറങ്ങി നോക്കുമ്പോൾ ചങ്ങായിമാരങ്ങ് നടന്നിട്ട് ഒരു വൈക്കായി അത്രക്കും കാണാണ്ടെന്ന് ഒരു ദിവസം കൊണ്ടും തയ്യിലാന്ന് തോന്നുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 മണിക്കൂർ കിട്ടിയാലും ഫുള്ള് കണ്ട് തീരാനുള്ള ടൈം. ഇതിന്റെ ഓരോ പുറം എടുത്തിട്ട് തന്നെ 11-11.5 മിനിറ്റ് വീഡിയോസ് ഉണ്ട്. അപ്പൊ ഓരോ ഇതിനുള്ളിൽ കയറി ഓരോ സംഭവം വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ അത് അത്യാവശ്യം ടൈം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഒന്നും ചേർക്കാത്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടി വേറെ സംഭവങ്ങൾ പുറത്തന്നെ കാണാനുണ്ട്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽക്ക് പോകുന്നതിലും താഴത്തെ ഉയരലും അങ്ങനെ കൂടെ ഒരു ജഗ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ കാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വെറും 8-10 ദിവസങ്ങളുള്ളൂ, പോയി കണ്ടോളി, തമർത്തോളി. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഷോ ഉണ്ടാവും, ഡാൻസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവട്ടോ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കേട്ടി ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്തതിന്റെ ശേഷം നമ്മൾ റേസിംഗ് കാണാൻ പോകാനുള്ള പരിപാടി അതിനുള്ളിലേക്കാണ് കയറിയപ്പോൾ അതിക്കാണ്ട് വേറെ ലെവല്. അപ്പൊ ഞാൻ വീഡിയോ കണ്ടുനോക്കി, നമ്മൾ പറഞ്ഞ് ചടുപ്പിക്കണില്ല.
ചെങ്ങന്മാരങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ 20 ദിറംസിന് ഞങ്ങൾ കൊടുത്തിട്ടാണ് ഉള്ളിൽ കയറി. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി 50 ദിറംസ് കൊടുത്താൽ നഷ്ടം വരില്ല. അത്രക്കും 25 മിനിറ്റിന്റെ ഷോ ആണ്. വേറെ ലെവലാണ്. അപ്പോൾ ഗോകുൽ വില്ലേജിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗോകുൽ വില്ലേജിനുള്ളിലേക്കാണ് കയറിൻ്റെ ശേഷം നേരെ ഇതിന്റെ ഷോ ടൈം എങ്ങനെയൊക്കെ ഇനി എത്ര ടൈം ഷോ ഉണ്ട് ആ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ കറങ്ങാൻ പാടുള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നഷ്ടമായി കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ്. എന്ന് വെച്ചാൽ അത്രയും കാണാനുള്ള സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ TV-യിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡയറക്റ്റ് കാണാൻ പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കും ലെവൽ വെച്ചാൽ നമ്മളെ ഏറ്റവും ആകർഷിച്ച സംഭവമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു വണ്ടിപ്രാന്തന്മാരും കാണുമ്പോൾ നമുക്കൊരു ഉന്മേഷവും ആവേശവും കാര്യങ്ങളൊക്കെ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് കാണേണ്ട കാര്യങ്ങളായിട്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ നമുക്ക് പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ കണ്ടു നോക്കി വേറെ ലെവൽ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഥയാണ്. ഇതൊരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കഥയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടീമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണ്ടാ സംഘവും പിന്നെ അതുമാതിരി പോലീസും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കിങ് കാണിക്കണത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിരിക്കുമ്പോൾ അവരുടെ റേസിങ്ങും അവരുടെ ഫൈറ്റിങ്ങും കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വേറെ ലെവലാട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇത് നമുക്ക് വേറെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന രൂപമാണ്. ലൈറ്റും സൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവല് സംഭവങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ കാണാനുള്ളവരൊക്കെ കണ്ടോളി, വേറെ ലെവലാണ്. നമ്മൾ ആ റേസിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ഡാൻസും പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് സ്റ്റേജിൽ അവിടെ ഒന്ന് പൈസ കൊടുക്കുന്ന കാര്യങ്ങളില്ല. ഇതിലൊരു 80% കാര്യത്തിന് പൈസ കൊടുക്കണം, 20% സാധനത്തിന് മാത്രമേ ഉള്ളൂ പൈസ. ഒന്ന് ഫുഡിന്, രണ്ടാമത്തുണ്ടെങ്കിൽ നമ്മൾ ഈ മേൽക്ക് പോകുന്ന കാര്യങ്ങൾ കുട്ടികൾ കളിക്കാനുള്ള സംഭവത്തിന്, പിന്നെ അതുപോലെ റേസിംഗ് അങ്ങനെ കാര്യങ്ങളുള്ള പൈസ. ഈ ഓപ്പൺ വെക്കുന്ന പരിപാടിക്കൊന്നും നമ്മൾ പൈസ ഇല്ല കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് വരുന്നത്. ഓരോ രാജ്യത്തിന്റെ പരിപാടികൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ഒരു കാര്യങ്ങളും ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഹൈലൈറ്റ്, കാണാൻ ആകർഷിക്കാനുള്ള സംഭവങ്ങൾ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നുകൂടി ചുറ്റിക്കറങ്ങിയ ശേഷം നമ്മൾ നേരെ നമ്മൾ പുറത്തേക്ക് പോകുന്ന പരിപാടിയാട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജുമൈറ ബീച്ചിലേക്ക് പോകുന്ന പരിപാടിയാണ്. നമ്മൾ ഇന്ത്യന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേറെ ലെവല് സംഭവങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ പാർക്കിംഗ് പോയപ്പോൾ അതിനുള്ളിലത് അതിനക്കാടി വണ്ടികളും ബ്ലോക്കും കാര്യങ്ങളായിട്ട് അതിനുള്ളിൽ ആകെ ജഗ പോകാണ്ടെങ്കിൽ വേറെ ലെവല് സംഭവം. അങ്ങനെ നമ്മൾ നേരെ വിടുന്നത് ജുമൈറ ബീച്ചിലേക്കാണ്. ജുമൈറ ബീച്ചിൽ പോയിട്ട് ഈ ചൂടത്ത് പോയിട്ട് ആ തണുപ്പത്ത് പോയി ചാടി കുളിക്കാനും വേറെ ലെവലായിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ. ഈ ചൂടത്ത് നമ്മളിങ്ങനെ ചുട്ട് പൊള്ളണ സമയത്തിന് ആ തണുത്തുള്ള വെള്ളത്തിൽ ഇങ്ങനെ ചാടുമ്പോൾ വേറെ ലെവലാണ്, വേറെ ലെവൽ ഇട്ടാ. അവിടെ 2-3 മണിക്കൂറാണ് ചാടി കളിക്കാൻ, വേറെ ലെവൽ. ഒന്നും നോക്കാണ്ട് അങ്ങോട്ട് കുളിക്കാൻ അവിടെ ലൈറ്റിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേമാതിരിക്ക് നമ്മള് ജുമൈറ ബീച്ചിലേക്ക് പോകുമ്പോൾ പിങ്ക് കഫേന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് ലൊക്കേഷൻ കിട്ടും. അപ്പൊ അതടിച്ച് നേരാണ് പോകാണ്ട് ഏകദേശം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വേറെ ലെവൽ ഫുഡ്. ഫസ്റ്റ് ചായ വന്ന്, സലാട്ട വന്ന്, പിന്നെ ചായ വന്ന്, പിന്നെ നമ്മളെ പോത്തുങ്കാല അതൊക്കെ മറ്റേ മിന്നാരം പോലെയാണ് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് പിന്നെ പൊറാട്ടും വന്ന് അങ്ങനെയാണ് നോക്കിയത്. അങ്ങോട്ട് നോക്കാൻ കടിച്ച് പൂച്ചാണ് തിന്ന് തന്നെ. ഒരു തലക്കെന്നാണ് ബീഫാണ്ട് പോയിക്ക പൊറാട്ട ഡിഗാണ്ട് തിന്ന് വേറെ. പിന്നെ നമ്മളെ കടലക്കൂട്ട് കറിയും വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞ പിന്നെ പുറലോകമായിട്ട് ഒരു ബന്ധമില്ല, പിന്നെ സംസാരമില്ല, ഒന്നുമില്ല. അങ്ങോട്ട് തുടങ്ങി തീച്ച. അങ്ങോട്ട് നോക്കി അവരൊക്കെ മുമ്പിൽ എന്താ അത് കുത്തുമിനാറ് എന്താ കാണാൻ കിടക്കണേ, കടിച്ചിട്ടൊന്നും കിട്ടാത്ത സംഭവം. അങ്ങനെ അവിടെ പറഞ്ഞെങ്കിൽ എത്ര ഉള്ള വീട് അടുത്ത് പേടിക്കണേ കാത്തുക. ഓക്കെ, ബൈ.